ഹൈ സ്പീഡ് റോബോട്ടിക് ക്യാമറ ടോം ക്രൂസിന് കിട്ടിയപ്പോൾ മൂപ്പര് ഇതാണ് ചെയ്തത്. മാർവലസ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഇതേ സാധനം, അതായത് ഒരു ദിവസം 5 ലക്ഷം രൂപയിൽ കൂടുതൽ റെന്റ് ഉള്ള ഈ സാധനം എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ്. എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. നമ്മളെ ബിരിയാണി ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഒരു ദിവസം ആ സാധനത്തിന് 5 ലക്ഷം രൂപ കൂടുതലാണ്. അതിൽ ഈ ക്യാമറ പെടൂല, അതിന് വേറെ കാശ് കൊടുക്കണം. ഈ ലൈറ്റിങ്ങോ ഒന്നും പെടൂല, ഇതിനൊക്കെ വേറെ കാശ് കൊടുക്കണം. കാശിന്റെ കഴപ്പാ. ഒരു ബിരിയാണി പീസിലോട്ടോ, എനിക്കാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞ കഴിഞ്ഞ് ഈ ബിരിയാണി തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റൂല. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ആക്ച്വലി അപ്പൊ ഒരു സിനിമ നടന്ന ഒരു നല്ല ബിരിയാണി കൊടുക്കാൻ പാടില്ല അല്ലേ? അയാൾ കഴിച്ചു തീർക്കില്ല. അപ്പൊ മോശം ബിരിയാണിയെ സിനിമ കൊടുക്കാൻ പാടുള്ളൂ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ടോം ക്രൂസിനെ വെച്ചിട്ട് അവരിത് ഷൂട്ട് ചെയ്തു. അങ്ങേർക്ക് ഓടാൻ അറിയാം, എനിക്ക് ഓടാൻ അറിയില്ലല്ലോ. എനിക്ക് ആകെ ബിരിയാണി കഴിക്കാനല്ലേ അറിയുള്ളൂ. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരാൾക്ക് എന്തുകൊണ്ട് സിനിമാ നടനാവാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണിത്. അഭിനയിക്കാൻ അറിഞ്ഞേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. പിന്നെല്ലാം ഒരു തരം അഭിനയല്ലേ? അഭിനയിച്ച് ആളെ പറ്റിച്ച് പരസ്പരം പറ്റിച്ച് അങ്ങനെ. ഇല്ലെങ്കിൽ ബിരിയാണി തീർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കുറെ കഴിക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ, ടോം ക്രൂസും ഞാനും ഒക്കെ ക്യാമറയെ അഭിമുഖീകരിക്കുന്നവരായി പോയില്ലേ.